ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചന ധ്യാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു വാക്യം വായിക്കാം. ഇന്ന് രാവിലെ ആരാധന ആരംഭിക്കുമ്പോൾ വായിച്ച ആ വേദഭാഗം വായിച്ചപ്പോൾ അതുതന്നെ ഇന്ന് വചനശുശ്രൂഷയ്ക്ക് ആകാം എന്ന് ഞാൻ വിചാരിച്ചു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഒന്നാം വാക്യം മതി. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യെശയ്യാ പ്രവാചകൻ 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? അത് കഴിഞ്ഞുള്ള ചോദ്യമാണ്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഞങ്ങൾ എന്നുള്ളത് യെശയ്യാവ് മാത്രമല്ല, പ്രവാചകന്മാരെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കേൾപ്പിച്ചത്, പ്രവാചകന്മാരായ ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അതിനെക്കുറിച്ച് രാവിലെ നാം കേട്ടതാണ്. യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനെക്കുറിച്ച് ഇന്ന് പറയുവാനായിട്ട് സമയമില്ല, ചുരുക്കം സമയമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമെന്ന് പറയുമ്പോൾ നാം രാവിലെ കേട്ടതാണ്, ആ യഹോവ എന്നുള്ള ആ വാക്കിൽ തന്നെ അത് ആരാണ് എന്ന് അതിൽ തന്നെ അന്തർലീനമാണ്. അതൊരു മാർമികമായിരിക്കുന്ന പദപ്രയോഗമാണ്. യഹോവ എന്നുള്ള വാക്ക് എഴുതുന്നത് നാം രാവിലെ കേട്ടതുപോലെ യോദ്, ഹേ, വൗ, ഹേ എന്നീ 4 അക്ഷരങ്ങൾ കൊണ്ടാണ് എഴുതുന്നത്. അത് ഉച്ചരിക്കുവാൻ കഴിയുകയില്ല. യാഹ്വേ എന്നവർ പറയും, പക്ഷേ അത് പറയുകയില്ല. മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മഹാപാപ പരിഹാര പെരുന്നാളിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുമ്പോൾ അവിടെ വെച്ച് 2 പ്രാവശ്യം ഈ വാക്ക് ഉച്ചരിക്കും. യാഹ്വേ എന്ന വാക്ക്. ഒന്ന്, തനിക്ക് വേണ്ടി ഒരു കാളക്കിടാവിൻ്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്ന ആ അവസരത്തിൽ രക്തം കൃപാസനത്തിൽ തളിക്കുമ്പോൾ ആ അവസരമാണ് ആ യാഹ്വേ എന്ന വാക്ക് ഉച്ചരിക്കുന്നത്. രണ്ടാമത്, ജനത്തിന് വേണ്ടി ആട്ടുകൊറ്റന്റെ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത് 7 പ്രാവശ്യം കൃപാസനത്തിൽ തളിക്കുമ്പോൾ അവിടെ വെച്ചും രണ്ടാമത് യാഹ്വേ എന്ന പദം ഉപയോഗിക്കും. ആണ്ട് 2 പ്രാവശ്യമേ ഇങ്ങനെ ആ പദം ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്തത് സമയങ്ങളിൽ എൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ള ആ കൽപ്പനയനുസരിച്ച് അവരാ വാക്ക് ഉപയോഗിക്കാറില്ല. അതിന് വളരെയധികം ബഹുമാനം നൽകിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് അഡോനായി എന്ന പദമാണ് സാധാരണ അവർ ഉപയോഗിക്കുന്നത്. അതിന് യജമാനൻ, കർത്താവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഈ യഹോവ എന്നുള്ള പദം യോദ്, ഹേ, വൗ, ഹേ എന്നുള്ള പദം, അത് നാം മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വിവരിക്കുവാൻ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. കൈകളിൽ ആണിപ്പാട് ഉള്ളവനായ കർത്താവ് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കൈകളിൽ ആണിപ്പാടുള്ള കർത്താവ് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്താ, എങ്ങനെയാണെന്നുള്ളത് ആ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഇപ്പൊ പറഞ്ഞ് വിശദീകരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് അത് വിടുകയാണ്. യെശയ്യാവ് എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷിതാവ് എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ പല പേരുകളും നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. യോശുവ, എലീശ, യേശു എന്നീ വാക്കുകളെല്ലാം ആ സെയിം അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ ആ അർത്ഥം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ യെശയ്യാവിൻ്റെ കാലഘട്ടം, അവൻ്റെ ശുശ്രൂഷ കാലം ആരംഭിക്കുന്നത്
BC 739 അനേക രാജാക്കന്മാരുടെ ജീവിതകാലത്ത്, ഭരണകാലത്ത് ദൈവവചനം ജനത്തോടും രാജാക്കന്മാരോടും അറിയിച്ച മഹാനായ വ്യക്തിയായിരുന്നു യെശയ്യാ പ്രവാചകൻ. ആ യെശയ്യാവ് ചോദിക്കുന്ന ഈ ചോദ്യമാണ് ഇവിടെ നാം കാണുന്നത്. അനേക പ്രവാചകന്മാരെ ഒന്നിച്ച് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ മുൻകണ്ടുകൊണ്ട് യെശയ്യാവ് ചോദിക്കുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, അതാര് വിശ്വസിച്ചു എന്നാണ്. യെശയ്യാ പ്രവചനം മുഴുവനും നാം പരിശോധിക്കുമ്പോൾ അതിൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം മുഴുവനുമുണ്ട്. അവൻ്റെ ജനനം മുതൽ പോരാ, അവൻ നിത്യതയിലായിരുന്ന അന്നു മുതലുള്ള ചരിത്രം. അവൻ ഭൂമിയിൽ വന്നു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നതും പോരാ, ഭാവിയിൽ അവൻ പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിച്ച് ഈ ലോകത്തെ ഇസ്രായേലിന് നൽകുന്നത് വരെയുള്ള എല്ലാ ചരിത്രങ്ങളും, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം മുഴുവനും യെശയ്യാ പ്രവചനത്തിലുണ്ട്. പഴയ നിയമത്തിലെ സുവിശേഷം എന്നാണ് യെശയ്യാ പ്രവചനത്തെ കുറിച്ച് സാധാരണ പറയാറുള്ളത്. കാരണം എന്താന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ് അത് മുഴുവനും, അവനെക്കുറിച്ചാണ് അതിന് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവിടെ യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്തിത്വം, യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അത് കാണിക്കുകയാണ്. അവൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ അവൻ്റെ പരശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. അവന് ദൈവത്തിൻ്റെ ദാനമായിട്ട് ലോകത്തിലേക്ക് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു മുതലായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അവൻ്റെ പദവികളെക്കുറിച്ച്, അവൻ്റെ നാമങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയെക്കുറിച്ച് 9-ാം അധ്യായത്തിലുണ്ട് യെശയ്യാ പ്രവചനം. അവൻ ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ 61-ഉം 1-2 വാക്യങ്ങളിൽ കാണാം. സ്വജനത്താൽ അവൻ തള്ളപ്പെടുന്ന കാര്യം പ്രവചിച്ചിട്ടുണ്ട്. അതാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. അവൻ്റെ മരണത്തെ, അടക്കത്തെ, ഉയർത്തെഴുന്നേൽപ്പിനെ, ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട് അവൻ മഹുദ്ധീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യെശയ്യാ 52-ൽ അതിൻ്റെ 13-ാം വാക്യം, അവൻ ഉയർന്നും പൊങ്ങിയും അത്യന്തം ഉന്നതനായിരിക്കും എന്ന് നാം വായിക്കുന്നു. അവൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. യെശയ്യാ 63-ൽ അവൻ്റെ നിത്യസ്നേഹത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ഇങ്ങനെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഭാവിപരമായിരിക്കുന്ന അനേക കാര്യങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അവൻ്റെ പൂർവാസ്തിത്വം മുതൽ അവൻ്റെ ഭാവിപരമായ നിത്യത വരെയുള്ള കാര്യങ്ങളെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് 53-ന്റെ ആദ്യ ഭാഗത്ത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കുന്നു എന്നാണ്. യെശയ്യാ മാത്രമല്ല, മറ്റ് എല്ലാ പ്രവാചകന്മാരും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കറിയാം, എമ്മൗസിലേക്ക് പോയ ആ ശിഷ്യന്മാരോട് കർത്താവ് തന്നെക്കുറിച്ചുള്ളത് മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും, സങ്കീർത്തനങ്ങളിൽ നിന്നും, പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും മാത്രമല്ല സകല ദൈവവചനത്തിൽ നിന്നും അവർക്ക് എടുത്ത് വിവരിച്ച് കൊടുക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. ആ രണ്ടാമത്തെ ചോദ്യമാണ്, അതാരാണ്? ഞങ്ങൾ ആരെക്കുറിച്ചായി പറഞ്ഞത്? ഞങ്ങൾ ആരെക്കുറിച്ചാണ് കേൾപ്പിച്ചത്? അതിൻ്റെ വിശദീകരണമാണ് രണ്ടാമത്തെ ചോദ്യം. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? പക്ഷെ അത് വിവരിപ്പാൻ സമയമില്ല. യോഹന്നാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് തന്നെ നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു ഒടുവിലായിട്ട് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ ദിവസം അവന് ജനത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ
ഏറ്റവും ഒടുവിലത്തെ സാക്ഷ്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷ. അവൻ ഇതാണ് ഏറ്റവും ഒടുവിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞു പോയത്. അവൻ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഇനി അടുത്ത വാക്യമാണ്. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്, കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവർത്തിയാകുവാൻ ഇടവന്നു. യോഹന്നാൻ 12:37-38 വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യമാണ്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ കേൾപ്പിച്ചത് ജനമനുസരിച്ചില്ല, അഥവാ അവർ വിശ്വസിച്ചില്ല എന്നുള്ളത് കാണിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പൗലോസും പറയുന്നുണ്ട്. യോഹന്നാൻ മാത്രമല്ല എഴുതിയിരിക്കുന്നത്, ഒന്നിലധികം തെളിവുകൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണ്? എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. അതായത് കർത്താവ് പറഞ്ഞിട്ടും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവ് പറഞ്ഞാലും പലരും കേൾക്കത്തില്ല. നമുക്കറിയാം കർത്താവിനെ മറുത്തുപോയത്. അതാണ് മനുഷ്യന്റെ അധോഗതി എന്ന് പറയുന്നത്. എന്നിട്ട് നാം വായിക്കുന്നത് റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവർ കേട്ടു, പക്ഷേ അനുസരിച്ചില്ല. പിന്നെ വായിക്കുന്ന ഇസ്രായേലോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് അവൻ പറയുന്നു. റോമർ 10:21. അപ്പോൾ യെശയ്യാവ് 53-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവൻ സംസാരിച്ചതും അവൻ പറഞ്ഞതുമായിരിക്കുന്ന കാര്യം അതാര് കേട്ടു എന്നാണ്. പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവർ സംസാരിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ കാണുന്നത്. ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ യെശയ്യാവ് 53-ാം അധ്യായം നോക്കുമ്പോൾ യെശയ്യാ പ്രവചനം മുഴുവനും കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ തന്നെ യെശയ്യാവ് 53-ാം അധ്യായം, ആ അധ്യായം തന്നെ നോക്കുമ്പോൾ ആ അധ്യായത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവൻ്റെ ജനനത്തിൽ അവൻ എങ്ങനെ വളർന്നു വന്നു എന്നും അവൻ്റെ മരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇത്യാദി കാര്യങ്ങളെല്ലാം ആ 53-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. ആ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? അവൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുകയാണ്. ജനനവും വളർച്ചയും. അവൻ ഇളയ തൈ പോലെ വളരും എന്നവിടെ വായിക്കുന്നുണ്ട്. 2, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി ഇരുന്നു. എന്താണ്? കർത്താവിൻ്റെ വാക്കുകൾ മോശമായിട്ടാണോ അങ്ങനെ അവൻ ത്യജിക്കപ്പെട്ടത്? ഒരിക്കലുമായിരുന്നില്ല. അവൻ്റെ സത്യത്തിനു വേണ്ടി, സത്യത്തിനു സാക്ഷ്യം നിൽക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. എന്നാൽ പ്രമാണികൾക്ക് അത് ഇഷ്ടമായില്ല. കർത്താവിൻ്റെ ആ വാക്കുകൾ അവർ ശ്രദ്ധിച്ചില്ല, അവര് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിച്ച അപ്പോസ്തലന്മാരുടെ വാക്കുകളോ അതും ആരും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് കാണുന്നത്. സത്യം സംസാരിക്കുന്നവരോടൊക്കെയും എതിർത്തു നിൽക്കുന്ന ഒരു ലോകമാണ് നാം കാണുന്നത്. പൗലോസ് ചോദിക്കുന്നുണ്ട്. പൗലോസ് പറഞ്ഞു,
ഞാൻ സത്യം സംസാരിച്ചത് കൊണ്ടാണോ നിങ്ങൾ എന്നോട് എതിർക്കുന്നത് എന്ന്. അവരെ കൊരിന്തിലെ വിശ്വാസികൾ, കൊരിന്തിലെ ജഡീകന്മാരായിരിക്കുന്നവർ. ഈ ജഡീകന്മാരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും ജഡീകന്മാരുണ്ട്, ആത്മീയന്മാരുണ്ട്. അപ്പോൾ ജഡീകന്മാരായിരിക്കുന്ന ആളുകൾ കൊരിന്തിൽ അവർ അപ്പോസ്തലന്റെ ഉപദേശത്തെക്കുറിച്ച് കേട്ടിട്ട് അവർ പറയുന്ന വാക്കാണ്, നീ ആര്, അപ്പോസ്തലനോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ചോദിക്കുക, പരിശുദ്ധാത്മാവ് നിന്നിൽ സംസാരിക്കുന്നവോ എന്ന് കൊരിന്ത്യർ അപ്പോസ്തലനെ നിന്ദിച്ചു. അപ്പോസ്തലൻ മറുപടി പറയുകയാണ്, എന്നെ നിന്ദിക്കുന്ന നിങ്ങൾക്ക് കാരണം കണ്ടെത്തുവാൻ കഴിയയില്ലെന്ന് പൗലോസ് അവരോട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11:12. ഇങ്ങനെ പൗലോസ് അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠൻ എന്ന് അനുമാനിക്കപ്പെടുന്ന പൗലോസിനോട് പോലും കൊരിന്തിലെ വിശ്വാസികൾ നിന്ന കാണിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യം സംസാരിച്ചത് കൊണ്ട് നിങ്ങൾ എനിക്ക് ശത്രു ആയി തീർന്നവോ? എന്നോട് പാപം ചെയ്തവരോട് മറ്റുള്ള എല്ലാവരോടും ഞാൻ പറയുന്നത്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ 13:2-3. ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ ഗതി. അവരെയും ആരും വകവെച്ചില്ല. നമുക്കറിയാം, പ്രായാധിക്യത്തിലായ ഏകദേശം 95 വയസ്സോളവും പ്രായമുള്ള യോഹന്നാൻ അപ്പോസ്തലനെ പോലും വകവെച്ചില്ല സഭയിൽ. ആ അപ്പോസ്തലനോട് ദിയോത്രോഫോസ് എന്ന് പറയുന്ന ഒരു മൂപ്പൻ തൻ്റെ വാക്കുകളെ കൂട്ടാക്കാതെ ശകാരം പറയുകയും തനിക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്ത കാര്യം 3 യോഹന്നാന്റെ 3-ാം ലേഖനം 9-10 വാക്യങ്ങളിൽ നമുക്ക് കാണാം. നോക്കുക, യേശു സ്നേഹിച്ച അപ്പോസ്തലനായ യോഹന്നാനെ പോലും, ഇത്ര പ്രായാധിക്യത്തിലിരിക്കുന്ന യോഹന്നാനെ പോലും സഭയിലെ വ്യക്തികൾ അംഗീകരിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പൗലോസിനെ മറുത്ത് അവനോട് എതിർത്ത് പറഞ്ഞു, നീ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണോ, നീ അപ്പോസ്തലനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഏത് കാലത്തും സത്യം സംസാരിക്കുന്നവരോട് മറുത്തു നിൽക്കുന്ന ജനത്തെ നമുക്ക് എവിടെയും കാണാൻ കഴിയും, ഏത് സമൂഹത്തിലും കാണാൻ കഴിയും. ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരിക്കുന്ന വലുതും ചെറുതുമായിരിക്കുന്ന പ്രവാചകന്മാർ അവരെ സംസാരിച്ച കാര്യങ്ങൾ അക്കാലത്തുള്ളവരെ ആരും കേട്ടില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതാണ് ചോദിക്കുന്നത്, ഞങ്ങൾ സംസാരിച്ചത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യം. എന്നാൽ നാം ഇവിടെ കാണുന്നത് നമ്മുടെ കർത്താവ് ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് യെശയ്യാവ് ഇത്രയധികം പറയുവാനായിട്ടിടയായത്? യെശയ്യാ പ്രവചനം ഞാൻ ആരംഭത്തിൽ കേട്ട പോലെ യെശയ്യാ പ്രവചനം മുഴുവൻ കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. യെശയ്യാവ് 53 അത് വ്യക്തമായിട്ടും അവൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും പറയുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് യെശയ്യാവ് ഇത്ര കാര്യമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ള സംഗതി എന്തായിരുന്നു? അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. എന്തുകൊണ്ട് യെശയ്യാവ് അത് പറഞ്ഞു? യോഹന്നാൻ്റെ സുവിശേഷം 12:37 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12:37 മുതലുള്ള വാക്യങ്ങൾ. ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവരെ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ കുറ്റം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് കേൾക്കുകയോ മനസ്സിരിക്കുകയോ താൻ അവനെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം കരുതിയിരിക്കുന്നു. അതിൻ്റെ
12:41 ഞാൻ വായിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചതാകുന്നു ഇത്. യെശയ്യാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടിട്ടാണ് അവനെക്കുറിച്ച് ഇതെല്ലാം പറഞ്ഞത്. യെശയ്യാ പ്രവചനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്രയധികം കഴിഞ്ഞ നിത്യതയിൽ മുതലുള്ള കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ള കാരണം എന്താണ്? അവന്റെ തേജസ് കണ്ടതുകൊണ്ടാണ്, യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടതുകൊണ്ടാണ് യെശയ്യാവ് ഇത് പറഞ്ഞത്. യെശയ്യാവ് എപ്പോഴാണ് കർത്താവിന്റെ തേജസ് കണ്ടത്? യെശയ്യാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിനു മുമ്പ് തന്നെ അവന്റെ തേജസ് കണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവ് 6-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സെറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനൊരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. ഈ കാഴ്ച യെശയ്യാവ് കണ്ടു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് അവന്റെ ആ തേജസ് കണ്ടിട്ടാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഇവിടെ യെശയ്യാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം കണ്ടു എന്നാണ് യോഹന്നാൻ 12:41 എഴുതിയിരിക്കുന്നത്. അത് കർത്താവ് തന്നെയാണോ? വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ എന്താണ് കണ്ടത്? അതേ കാഴ്ച തന്നെയാണ് യോഹന്നാനും കണ്ടത്. യോഹന്നാൻ പറയുന്നത് വെളിപ്പാട് 4:2-3 വാക്യങ്ങളിൽ, സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു, അതിലൊരുത്തൻ ഇരിക്കുന്നു. അവൻ ആരെന്ന് അവിടെ പറയുന്നുണ്ട്. താഴെ അവന്റെ തേജസ് കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന് ചുറ്റും 4 ജീവികൾ അഥവാ സറാഫുകൾ. അവയ്ക്ക് യെശയ്യാവ് കണ്ടതുപോലെ തന്നെ 6 ചിറകുണ്ട് എന്ന് യോഹന്നാനും കാണുന്നു. അവ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയ ഉള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. വെളിപ്പാട് 4:8. ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഈ സർവശക്തിയുള്ള കർത്താവായ ദൈവം ആരാണെന്ന് പറയുകയാണ്. അവന് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ആരാണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. നമ്മുടെ കർത്താവ് അക്കാര്യം പറയുന്നുണ്ട്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. വെളിപ്പാട് പുസ്തകം 4:9-10 വാക്യങ്ങളിൽ അത് 2 പ്രാവശ്യം പറയുന്നു. കർത്താവ് എന്താണ് പറഞ്ഞത്? ഞാൻ മരിച്ചവനായിരുന്നു, 1-ാം അധ്യായം 18-ാം വാക്യം. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആ എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. അവനെക്കുറിച്ചാണ് അവിടെ യോഹന്നാനും കണ്ടത്. അവനെ സെറാഫുകളും ദൂതന്മാരും മൂപ്പന്മാരും ഒക്കെ വീണ് ആരാധിക്കുന്ന കാര്യം. അപ്പോൾ മാത്രമല്ല, അവൻ സകലതും സൃഷ്ടിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. അത് നാം വായിക്കുന്നുണ്ട്. കർത്താവെ, നീ സർവ്വതും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഏതുവാൻ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നീ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട്
തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന മൂപ്പന്മാർ വീണ് നമസ്കരിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവാണ് സകലതും സൃഷ്ടിച്ചത്. യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, അവിടുന്നാണ് സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് നാം വായിക്കുന്നു. കൊലോസ് ലേഖനം 1:16 വായിക്കുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദർശമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. യേശുക്രിസ്തു സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. അവനെയാണ് യെശയ്യാവ് കണ്ടത്. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ടിട്ടാണ് അവനെക്കുറിച്ച് യെശയ്യാപ്രവചനത്തിൽ ഇതെല്ലാം എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ അങ്ങനെയുള്ള കർത്താവിനെ സംബന്ധിച്ച് ഇവിടെ ചോദിക്കുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. പ്രവാചകന്മാരിൽ കൂടി തൻ്റെ പുത്രനെ കുറിച്ചുള്ള അറിവ് ദൈവം ലോകത്തിന് നൽകിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം എബ്രായ ലേഖനം ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്, അവന് പ്രവാചകന്മാരിൽ കൂടി പിതാക്കന്മാരോട് ഭാഗമായിട്ടും വിവിധമായിട്ടും അറിയിച്ചിരുന്നു തൻ്റെ പുത്രനെ കുറിച്ചുള്ളത്, ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവ്. പക്ഷേ ആരാണ് ദൈവം, എന്താണ് ദൈവം എന്ന് വ്യക്തമായിട്ട് നമ്മെ ഗ്രഹിപ്പിച്ചിരിക്കുന്നത് തൻ്റെ പുത്രനാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പുത്രൻ വന്നപ്പോഴാണ് ആരാണ് ദൈവം, എന്താണ് ദൈവം എന്നുള്ള സത്യത്തെ എല്ലാം വെളിപ്പെടുത്തി തന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നവൻ പറഞ്ഞു. കർത്താവ് വിളിച്ചു പറഞ്ഞത് ജനത്തോട് എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നെ കാണുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെ തന്നെ കാണുന്നു. യോഹന്നാൻ 12:40 മുതലുള്ള വാക്യങ്ങളിൽ നോക്കുക. താന് ദൈവത്തെ വെളിപ്പെടുത്തിയ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. അവനെ കാണണമെങ്കിൽ, ദൈവത്തെ കാണണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണണം. ദൈവത്തെ അറിയണമെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണം. അതാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ഛേദമെന്ന് എണ്ണുന്നു. ഗമാലിയേലിന്റെ കീഴിൽ ഇരുന്ന് പഠിച്ച ന്യായപ്രമാണം മുഴുവനും അത് ഛേദമെന്ന് പൗലോസ് എണ്ണുവാനായിട്ട് കാരണം താന് ദമസ്കോസിലേക്ക് പോകുന്ന വഴി തനിക്ക് പ്രത്യക്ഷനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സാണ്. അവനെ കണ്ടു. അതാണ് ഇവിടെ യെശയ്യാവും പറയുന്നത്, പ്രവാചകന്മാരെല്ലാം പറയുന്നത്. കർത്താവ് നേരിട്ട കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. താൻ പീലിപ്പോസിനോട് പറഞ്ഞത്, പീലിപ്പോസെ, ഞാൻ ഇത്രയും നാൾ നിന്നോട് കൂടെ നടന്നിട്ടും നീ ഇപ്പോഴും പിതാവിനെ കാണണമെന്ന് ചോദിക്കുന്നല്ലോ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ ആരും വിശ്വസിക്കുവാൻ ഇടയായില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ അവരെ തിരസ്കരിച്ചു കളഞ്ഞത്. അവന്റെ ദൈവത്വത്തെ, അവൻ മശിഹായാണെന്നുള്ള കാര്യത്തെ അവരെ തിരസ്കരിച്ചു കളഞ്ഞു. അവന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും ഇസ്രായേലിൻ്റെ കണ്ണിന്റെ മുമ്പിൽ നിരത്തി കാണിക്കത്തക്ക വിധത്തിൽ അവൻ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല എന്നാണ് നാം വായിക്കുന്നത്. കർത്താവ് ആരാണെന്നുള്ളത് പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ അവന്റെ പരശുശ്രൂഷ കാലത്ത് അവൻ ചെയ്തു. പക്ഷേ അവനിൽ വിശ്വസിച്ചില്ല. സത്യമല്ലേ ഇത്?
ഇവൻ യോഹന്നാൻ സ്നാപകൻ പോലും കർത്താവിനെ വിശ്വസിച്ചില്ല. യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞു, ആരുടെ മേൽ ആത്മാവ് പ്രാപന്ന രൂപത്തിൽ ഇറങ്ങുന്നത് നീ കാണുന്നവോ അവനാണ് ദൈവപുത്രൻ. യോഹന്നാൻ അത് കണ്ടിട്ട് അപ്പോൾ സാക്ഷ്യവും പറഞ്ഞു, ഇവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നും ഇവനാ ദൈവപുത്രനാണെന്നും അവനന്ന് സാക്ഷ്യം പറഞ്ഞു. പക്ഷേ യോഹന്നാൻ അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാതെ ഇടറിപ്പോയി എന്നാണ് നാം കാണുന്നത്. നയീനിലെ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ശേഷം ആ വാർത്ത കേട്ട യോഹന്നാൻ സ്നാപകൻ, അന്ന് ജയിലിൽ ആയിരിക്കുന്നു, തടവിലായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾ ചെന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുക, വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ ഇനി വേറൊരുത്തനെ കാത്തിരിക്കണമോ? അത് കേട്ടിട്ട് കർത്താവ് ആ 2 ശിഷ്യന്മാരോട് പറഞ്ഞു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, അങ്ങനെ മരിച്ചവർ ഉയർക്കുന്നു. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെയും ചെന്ന് യോഹന്നാനെ അറിയിക്കുക. എങ്കിലും എങ്കൽ പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ ശിരച്ഛേദനം ചെയ്യുമ്പോൾ കർത്താവും ശിഷ്യന്മാരും എന്ത് ചെയ്തു? കർത്താവ് അതിനെപ്പറ്റി ഒരു വാക്കും മിണ്ടിയില്ല. കർത്താവ് ഉടൻ തന്നെ യഹൂദ്യ വിട്ടിട്ട് ഗലീലയിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ, എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവനായിരിക്കും. കാരണം എന്താണ്? യോഹന്നാൻ പോലും ഇടറിപ്പോയി. യോഹന്നാൻ കീഴ്പ്പെട്ട് കർത്താവിൻ്റെ ഒരു ശിഷ്യനായി തീരേണ്ടവനായിരുന്നു. പക്ഷേ അവൻ ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ടും അവന് കീഴ്പ്പെടാതെ വേറൊരു ഗ്രൂപ്പായിട്ട് വേറെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസോസിൽ വരുമ്പോൾ അക്കാലത്ത് കൊണ്ട് യോഹന്നാന്റെ ശിഷ്യന്മാർ 12 പേരെ അവിടെ വെച്ച് കണ്ടതായിട്ട് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ ഇടറിപ്പോയി, അവൻ്റെ ശിഷ്യന്മാരും ഇടറിപ്പോയി എന്നുള്ളത് കാണാൻ കഴിയും. ഇവിടെ അനേക പ്രവചനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രവാചകന്മാർ പ്രസംഗിച്ച, അവരറിയിച്ച പ്രവചനങ്ങളൊന്നും ആരും വിശ്വസിക്കുവാനിടയായില്ല എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. പക്ഷേ ആ ശമരിയാക്കാരത്തി സ്ത്രീ, അവള് പോലും വിശ്വസിച്ചു. അവൾ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ഈ മലയിലാണോ ആ മലയിലാണോ യെരൂശലേമിലാണോ എവിടെയാണ് ആരാധിക്കുന്നതെന്ന് ഇപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമ്പോൾ അവൻ പറയും, അവൻ വെളിപ്പെടുത്തി തരും എവിടാ. ഉടനെ കർത്താവ് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. ഉടനെ അവളെ പാത്രം അവിടെ വെച്ചിട്ട് ഓടിപ്പോയി പട്ടണത്തിൽ ചെന്നു, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്നറിയിച്ചു. പട്ടണക്കാരെല്ലാവരും വന്നു, അവനെ സ്വീകരിച്ചു. 2 നാൾ ഞങ്ങളോടുകൂടെ പാർക്കണമെന്ന് പറഞ്ഞു. അവനവരോടുകൂടെ പാർത്തു. ഒടുവിൽ പട്ടണക്കാർ പറഞ്ഞു സ്ത്രീയോട്, നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ തന്നെ അവനിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്തിരിക്കുന്നു. അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് ഞങ്ങൾ കണ്ടും അറിഞ്ഞും ഇരിക്കുന്നു. നോക്കുക, ശമരിയാക്കാർക്കും ശമരിയാസ്ത്രീക്കും ഒക്കെ യേശു ദൈവപുത്രനാണെന്നും മശിഹയാണെന്നും വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞു. എങ്കിലും ഇസ്രായേലിൽ അനേകർക്കും കഴിയാതെ പോയി എന്നാണ്. അവരവനിൽ ഇടറിപ്പോവുകയാണ് ചെയ്തത്. ഇതാ, ഞാൻ സിയോണിൽ ശോധന ചെയ്ത ഒരു കല്ല് ഇട്ടിരിക്കുന്നു, അതിൽ തട്ടി ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ അനേകരും അതിൽ തട്ടി ഇടറിപ്പോവുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പം ആ നിലയിൽ കർത്താവിനെ മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എൻ്റെ സമയം തീരാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് ചുരുക്കി പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടതുകൊണ്ടാണ് പ്രവാചകന്മാർ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ
ഈ കാര്യങ്ങളൊക്കെയും വിവരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെയുള്ള ഒരു അത്ഭുത ചോദ്യമാണ് യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നാം കാണുന്നത് കർത്താവ് ആരാണെന്നുള്ളത് പഴയ നിയമത്തിലൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഗ്രഹിക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. അതായിരുന്നു അവരുടെ അന്വേഷണം. അതായിരുന്നു. ശമര്യയിൽ കർത്താവ് ഒരു അത്ഭുതവും ചെയ്തില്ല, ഒരു രോഗികളെ പോലും സൗഖ്യവുമാക്കിയില്ല എന്ന് വേണം ധരിക്കുവാൻ. അവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടില്ലത്. ഒരത്ഭുത പ്രവൃത്തി അവരുടെ ഇടയിൽ ചെയ്തില്ല, ആരെയും സൗഖ്യമാക്കിയില്ല. പക്ഷേ ആ പട്ടണം മുഴുവൻ അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. ഇന്ന് അത്ഭുതവും അടയാളത്തിൻ്റെയും പുറകെ നടക്കുന്നവർ അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ അവർക്ക് കഴിയുന്നതല്ല. അവർ അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും പുറകെ പോവുകയും അതവർക്ക് ഇത് അത്ഭുതമാണെന്നും അടയാളമാണെന്നും സ്ഥാപിക്കുവാൻ കഴിയാതെ വരുമ്പോൾ അവർക്കത് വിശ്വസിക്കുവാൻ കഴിയയില്ല. ആരെങ്കിലും ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവനെ കൂടെ ആ വിശ്വാസത്തിൽ നിന്നും വീഴ്ത്തിക്കളയുവാനായിട്ട് അത്ഭുതവും അടയാളവും അന്വേഷിച്ച് നടക്കുന്നവരുടെ ഇടയിൽ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ചോദ്യം ഇന്നും നമുക്ക് യെശയ്യാവ് ചോദിച്ച ആ ചോദ്യം നമുക്ക് ഇന്ന് അത്ഭുതത്തോടെ ചോദിക്കേണ്ടതായിട്ട് വരുന്നു. ഇതൊക്കെ ഇത്രയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടും കർത്താവിനെ ദൈവപുത്രനായിട്ടും ദൈവമായിട്ടും അംഗീകരിക്കുവാൻ കഴിയാതെ പോകുന്നല്ലോ എന്നുള്ള ആ ചോദ്യം, അവനെ ആര് അത് വിശ്വസിക്കുന്നു, അവൻ ദൈവമാണെന്ന്, ദൈവപുത്രനാണെന്ന് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്, അവനാണ് മശിഹ. പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നവൻ. കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞു, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. കർത്താവ് ആരാണ്, പിതാവ് ആരാണ് എന്ന് ഇന്ന് തിരിച്ചറിയാതെ അനേകര് തൃത്വത്തിൻ്റെ പുറകെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. തൃത്വം പഠിപ്പിച്ച് വിവിധ നിലയിൽ അത് ചിത്രീകരിച്ച് ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്ത നിലയിലേക്ക് ഇന്ന് ലോകം എത്തിച്ചേർന്നിരിക്കുകയാണ്. തൃത്വം എന്നുള്ള ഒരു വാക്ക് വേദപുസ്തകത്തിൽ ഇല്ല. തൃത്വം പഠിപ്പിക്കാനായിട്ട് ഒരു പ്രവാചകന്മാരും പഴയ നിയമത്തിൽ ശ്രമിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ ആരും അത് സംബന്ധിച്ച് എഴുതിയിട്ടുമില്ല. പിന്നെ ആരാണ് തൃത്വം, എങ്ങനെയാണ് പഠിക്കുന്നത്? മനുഷ്യൻ അത് പഠിപ്പിക്കാൻ ഒക്കുമോ? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള വിവരണം മനുഷ്യന് പഠിപ്പിക്കുവാൻ കഴിയുമോ? നാം വായിക്കുന്നത് കർത്താവ് പറഞ്ഞ വാക്കാണ്. അവിടെ മനുഷ്യപുത്രൻ അവന് പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ, പിതാവ് ആരെന്ന പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതും ഇല്ല. നോക്കുക, പിതാവിനെ അറിയണമെങ്കിൽ പുത്രൻ വെളിപ്പെടുത്തി തരണം, പുത്രനെ അറിയണമെങ്കിൽ പിതാവ് വെളിപ്പെടുത്തി തരണം. പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് ബർയോനാ ശിമോൻ പത്രോസിന്. ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. എന്ത്? ഞാൻ ദൈവപുത്രനാണെന്നുള്ളത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. യേശു ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തി തരണമെങ്കിൽ അത് പിതാവ് വെളിപ്പെടുത്തി തരണം. പിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ അത് പുത്രൻ വെളിപ്പെടുത്തി തരണം. പിതാവാരെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അവർക്ക് മാത്രമേ ഈ പിതാവ് ആരാണെന്നും പുത്രൻ ആരാണെന്നും
മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് രണ്ടും വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്, അവനെ മഹത്വപ്പെടുത്തുന്നത് പിതാവാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ എന്നെക്കുറിച്ച് ഉള്ളത് എടുത്ത് നിങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് അവൻ എന്നെ മഹത്വപ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. അവനെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താത്ത ഒരു പ്രസംഗവും യാതൊരു കാര്യവും പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടിയുള്ളതല്ല എന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പഴയ നിയമകാലത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയ പ്രവാചകന്മാർ അതിശയത്തോട് ചോദിക്കുകയാണ്, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത സത്യത്തെ ആരും അന്ന് മനസ്സിലാക്കിയില്ല. ഇന്ന് പിന്നെയും അതുപോലെ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ നീങ്ങുകയാണ്. ആരാണ് ദൈവപുത്രൻ, ആരാണ് ദൈവം, ആരാണ് രക്ഷിതാവ് എന്നുള്ളത് മനസ്സിലാക്കാതെ ലോകമന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സത്യദൈവത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഏക സത്യദൈവമായ പിതാവായ ദൈവത്തെ മനസ്സിലാക്കുവാൻ, ഏകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. നാം വായിക്കുന്നുണ്ടല്ലോ, ഏക ദൈവമേ നമുക്കുള്ളൂ, സ്വർഗത്തിലെ പിതാവായ ദൈവം. മാത്രമല്ല ഏക കർത്താവും നമുക്കുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അതാണ് നാം മനസ്സിലാക്കേണ്ടതും സത്യവും. അവനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും അവനാണ് യഥാർത്ഥത്തിൽ നമ്മെ രക്ഷിച്ച രക്ഷിതാവ്, മഹാദൈവവും രക്ഷിതാവും എന്ന് മനസ്സിലാക്കി ഒരു നാളുകൾ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം എന്നുവെന്നേക്കും വാഴ്ത്തപ്പെടുവാനാകട്ടെ.